നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിനിമാ സ്റ്റൈലിൽ സത്യപ്രതിജ്ഞയും അധികാരമേൽക്കലും നടത്തിയ തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് 3 ഉത്തരവുകളിലാണ് ഇന്ന് ഒപ്പുവെച്ച് തമിഴ്നാട് ജനതയുടെ കയ്യടി വീണ്ടും നേടിയിരിക്കുന്നത്. ബാഹുബലി സിനിമ കാണാത്തവരായി ആരും ഉണ്ടാകില്ല. അതിൽ അമരേന്ദ്ര ബാഹുബലിയായിട്ട് അതിലെ കഥാപാത്രം അധികാരമേൽക്കുന്ന ഒരു സമയത്ത് നടത്തുന്ന ആ ഒരു അതേ രോമാഞ്ചം തന്നെയാണ് ഇന്ന് വിജയ് സത്യപ്രതിജ്ഞ നടത്തുമ്പോൾ കാണാനായത് എന്നാണ് സോഷ്യൽ മീഡിയ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയുടെ ആ ഒരു ഭാഗം, അല്ലെങ്കിൽ അദ്ദേഹം പേര് പറയുന്ന ആ ഒരു ഭാഗം, അദ്ദേഹം സ്വയം അഭിസംബോധന ചെയ്യുന്ന ആ ഭാഗം എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ്. ഇന്ന് ഏതൊരു സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാലും വിജയുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ മാത്രമാണ്. രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങളും അത് തന്നെയാണ് കൂടുതലായിട്ട് കവർ ചെയ്യുന്നത്. അദ്ദേഹം അവിടെ എത്തുന്നതും വേദിയിൽ ആരൊക്കെയുണ്ട്, നടി തൃശ്ശയടക്കം വന്നു, അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും വന്നു, അദ്ദേഹത്തിൻ്റെ മറ്റു കുടുംബാംഗങ്ങൾ, അതൊക്കെ തന്നെ രാവിലെ മുതലേ മാധ്യമങ്ങളിൽ കവർ ചെയ്യുകയായിരുന്നു. മാത്രമല്ല വിജയ് എന്താണ് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം പറയാൻ പോകുന്നത് എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുകയാണ്. തമിഴ്നാട് മാത്രമല്ല, കേവലം എല്ലാവരും കേരളത്തിലടക്കം ഒരുപാട് ആളുകളാണ് ഇന്ന് വിജയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പോസ്റ്റും വാർത്തയും കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയായ ശേഷം ആദ്യം നടപ്പാക്കിയത് തൻ്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ തന്നെയായിരുന്നു. എല്ലാ പ്രഖ്യാപനങ്ങളും നടപ്പാക്കാൻ അല്പം സമയം വേണമെന്ന് ആവശ്യപ്പെട്ട വിജയ് ഖജനാവിൽ എന്തുണ്ട് എന്നറിയാൻ അകത്തു കയറി നോക്കട്ടെ എന്നും പറഞ്ഞു. DMK സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച വിജയ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ മൈ ബ്രദർ എന്നാണ് വിശേഷിപ്പിച്ചത്. TVK സർക്കാരിനെ പിന്തുണ നൽകിയ ഓരോ പാർട്ടിയെയും അവരുടെ നേതാക്കളെ വിജയ് എടുത്തു പറഞ്ഞു. അധികാരം ലഭിച്ചു എന്ന് കരുതി ദുരുപയോഗം ചെയ്താൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും വിജയ് പ്രഖ്യാപിച്ചു. 3 ഫയലുകളിലാണ് വിജയ് ആദ്യം ഒപ്പുവെച്ചത്. ഒന്ന്, തമിഴ്നാട്ടിലെ എല്ലാ വീട്ടുകാർക്കും 2 മാസത്തിൽ 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി നൽകുമെന്നതാണ് ആദ്യത്തെ ഫയൽ. വനിതകൾക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കുന്ന സ്ക്വാഡ് രൂപീകരണമാണ് രണ്ടാമത്തെ ഉത്തരവ്. ലേഡി ലയൺ സ്പോർട്സ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക സേനയും ഹെൽപ്പ് ലൈൻ നമ്പറും സജ്ജമാക്കും. വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങളിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തീരുമാനമെടുത്തു. ലഹരി വിരുദ്ധ നടപടികൾക്കും വിജയ് തുടക്കമിട്ടു. എല്ലാ ജില്ലകളിലും ലഹരി വിമുക്തമാക്കാൻ പ്രത്യേക സംഘം പ്രവർത്തിക്കുമെന്നതാണ് 3ാമത്തെ ഉത്തരവ്. സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്ക് പ്രാധാന്യം നൽകിയതാണ് അദ്ദേഹത്തിന്റെ ആദ്യ നീക്കങ്ങൾ. ഇതാകട്ടെ തമിഴ്നാട്ടിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചതുമാണ്. വിജയ് അധികാരത്തിലെത്തിച്ചതിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള പങ്ക് നിർണായകമാണ്. തമിഴ്നാടിന്റെ നിലവിലെ സാമ്പത്തിക അവസ്ഥ സംബന്ധിച്ച് ധവളപത്രം ഇറക്കുമെന്നാണ് വിജയ് പറഞ്ഞത്. എന്താണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് അതിലൂടെ ജനങ്ങളെ അറിയിക്കും. 10 ലക്ഷം കോടി രൂപ കടത്തിലാണ് സംസ്ഥാനമെന്നും വിജയ് സൂചിപ്പിച്ചു. 10 ലക്ഷം കോടി രൂപയുടെ കടക്കിണിയിലാണ് ഉപേക്ഷിച്ചു പോയതെന്നും തന്റെ മേൽ അടിച്ചേൽപ്പിച്ച ഈ ഭാരം എത്രത്തോളം ഉണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ധവളപത്രം ഇറക്കുന്നതെന്നും വിജയ് വ്യക്തമാക്കി. തന്റെ ഉറപ്പുകൾ പാലിക്കാൻ അല്പം സമയം വേണമെന്നും വിജയ് അഭ്യർത്ഥിച്ചു. മയക്കുമരുന്ന് ഇല്ലാതാക്കാൻ ഇന്ന് മുതൽ പ്രവർത്തനം തുടങ്ങുമെന്നും വിജയ് പറഞ്ഞു. TVKയിൽ അധികാര കേന്ദ്രങ്ങളാകാൻ ആരും ശ്രമിക്കേണ്ട. അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് മനസ്സിൽ നിന്ന് എല്ലാം തുടച്ചു നീക്കണം. അധികാരം ദുരുപയോഗം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ചേർന്നതാണ് തന്റെ മുഖമെന്നും വിജയ് പ്രഖ്യാപിച്ചു. മതനിരപേക്ഷതയുടെ പുതിയ യുഗം തമിഴ്നാട്ടിൽ ആരംഭിക്കുകയാണെന്നും വിജയ് പറഞ്ഞു. സാമൂഹിക നീതിയുടെ യുഗം ഇവിടെ ആരംഭിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞ വേളയിൽ നിറഞ്ഞ കയ്യടിയായിരുന്നു. സ്വകാര്യ വാഹനത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയ വിജയ് തിരിച്ചുപോയത് ഔദ്യോഗിക വാഹനങ്ങളിലാണ്. തൃശ്ശി ഉൾപ്പെടെയുള്ള താരങ്ങളും TVK പ്രതിനിധികളും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള വിവിധ പാർട്ടി പ്രതിനിധികളുമെല്ലാം ചടങ്ങിൽ സംബന്ധിച്ചു. ചെറിയ പാർട്ടികളുടെ പിന്തുണയോടെ നേരിയ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന സർക്കാരിന്റെ സ്ഥിരതയെക്കുറിച്ചുള്ള ആശങ്കകളും വിജയ് തള്ളി. ഭരണത്തിൽ താൻ മാത്രമായിരിക്കും അധികാരി എന്നും ഒന്നിലധികം അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 234 അംഗ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനുള്ള വെല്ലുവിളികൾക്കിടയിലാണ് ഭരണത്തിൽ വ്യക്തമായ മേധാവിത്വം ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് അധികാരമേറ്റ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്ദേ മാതരം ആലപിച്ചതും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ നിർദ്ദേശപ്രകാരം ദേശീയഗാനത്തിന് മുൻപായി വന്ദേ ഭാരതത്തിന്റെ 6 ഖണ്ഡികകളും ചടങ്ങിൽ ആലപിച്ചു. ഇതോടെ ദേശീയഗാനത്തിന്റെ കാര്യത്തിൽ BJPയേക്കാൾ ഒരുപടി മുന്നിലാണ് താനെന്ന് വിജയ് തെളിയിച്ചതായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ദേശീയഗാനത്തിന് മുമ്പായി വന്ദേ മാതരത്തിന്റെ 6 ഖണ്ഡികകളും ആലപിക്കണമെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജാനുവരി
1928 ഉത്തരവ് വിജയ് സർക്കാർ പൂർണ്ണമായും നടപ്പിലാക്കി. 1950 ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ച 2 ഖണ്ഡികകൾ മാത്രം ആലപിക്കുന്ന രീതിയിൽ നിന്നുള്ള വലിയൊരു മാറ്റമാണിത്. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ഗാനാലാപനം നടന്നത് എന്നതാണ് ശ്രദ്ധേയം. വന്ദേ മാതരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ആലപിക്കുന്നത് നിർബന്ധമാക്കുന്നതിനെ എതിർക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച കൊൽക്കത്തയിൽ നടന്ന പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും വന്ദേ മാതരം ആലപിച്ചിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആ ചടങ്ങിൽ പങ്കെടുത്തിട്ടും അവിടെ കേന്ദ്ര നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല. എന്നാൽ BJPയുടെ രാഷ്ട്രീയ എതിരാളിയായി കണക്കാക്കപ്പെടുന്ന വിജയ് തന്റെ ചടങ്ങിൽ കേന്ദ്ര നിർദ്ദേശം കൃത്യമായി പാലിച്ചതും രാഷ്ട്രീയ വൃത്തങ്ങളെ അമ്പരപ്പിച്ചു. വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ചതിന് ശേഷമാണ് ദേശീയഗാനം ആലപിച്ചത്. ഇതിനുശേഷം തമിഴ്നാടിന്റെ സംസ്ഥാന ഗാനമായ തമിഴ് തായ് വാഴ്ത്ത് ആലപിച്ചതിന് ശേഷമാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നത്. തമിഴ്നാട് നിയമസഭയിൽ 118 എന്ന ഭൂരിപക്ഷം മറികടക്കാൻ കഴിഞ്ഞ 5 ദിവസങ്ങളിലായി 4 തവണ വിജയ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒടുവിൽ കോൺഗ്രസിന്റെ 5 MLA-മാരും വിടുതലൈ ചിരുതൈകൾ കക്ഷിയുടെ 2 MLA-മാരുടെയും CPI-യുടെയും CPM-ന്റെയും മുസ്ലിം ലീഗിന്റെയും 2 വീതം MLA-മാരുടെയും പിന്തുണ ലഭിച്ചതോടെയാണ് സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണർ അനുമതി നൽകിയത്. മുൻ മുഖ്യമന്ത്രിമാരായ MGR-മായും ജയലളിതയുമായും പതിറ്റാണ്ടുകളായി അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള മുതിർന്ന നേതാവ് കെ സെങ്കോട്ടയ്യൻ TVK മന്ത്രിസഭയിലെ പ്രമുഖരിൽ ഒരാളാണ്. എടപ്പാടി കെ പളനിസ്വാമിയുടെ നേതൃത്വത്തെ പരസ്യമായി ചോദ്യം ചെയ്യുകയും പുറത്താക്കപ്പെട്ട നേതാക്കളെ തിരികെ കൊണ്ടുവരുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടതിനെ വിമർശിക്കുകയും ചെയ്തതിനെ തുടർന്ന് AIADMK-യിൽ നിന്ന് പുറത്താക്കപ്പെട്ടയാളാണ് സെങ്കോട്ടയ്യൻ. വിജയുടെ വിശ്വസ്തരിൽ ഒരാളും പാർട്ടിയുടെ പ്രധാന ഭാഗവുമായ ആദവ് അർജുനാണ് മറ്റൊരു മന്ത്രി. ചെന്നൈയിലെ വില്ലിവാക്കം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച അർജുന TVK-യുടെ സംഘടനാ ആസൂത്രണത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ലോട്ടറി വ്യവസായി സാന്റിയാഗോ മാർട്ടിന്റെ മരുമകൻ കൂടിയാണ് അദ്ദേഹം. മധുരയിലെ തിരുപ്പറം കുன்றത്ത് നിന്ന് വിജയിച്ച നിർമ്മൽ കുമാറും വിജയയുടെ മന്ത്രിസഭയിലുണ്ട്. മുൻ BJP പ്രവർത്തകനായിരുന്നു നിർമ്മൽ. ചെന്നൈയിലെ T നഗർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച TVK ജനറൽ സെക്രട്ടറി ആനന്ദ്, സിനിമാ പ്രവർത്തകൻ രാജ്മോഹൻ, ദന്ത ഡോക്ടറിൽ നിന്ന് രാഷ്ട്രീയക്കാരനായി മാറിയ ഡോക്ടർ TK പ്രഭു, തിരുച്ചെങ്കോടയിൽ നിന്ന് വിജയിച്ച ഡോക്ടർ അരുൺ രാജ്, ചെന്നൈയിലെ മൈലാപ്പൂരിൽ നിന്ന് ജയിച്ച P വെങ്കിട്ടരമണൻ, മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖം വിരുദനഗർ ജില്ലയിൽ നിന്ന് വിജയിച്ച കീർത്തന എന്നിവരെ വിജയ്ക്കൊപ്പം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് എല്ലാ കണ്ണുകളും തമിഴ്നാട്ടിലേക്കായിരുന്നു. അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട 3 ഫയലുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഇനി തമിഴ്നാടിനെ വിജയ് ഭരിക്കും. ആ ഭരണം എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് കൊണ്ടുപോകാനായിട്ടാണ് ഇനി തമിഴ്നാട് കാത്തിരിക്കുന്നത്.